ഹലോ, പ്ലാൻ ആൻഡ് ട്രാവലിന്റെ പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഒരു ഹോം ടൂറിലെ കണ്ടവർക്കറിയാം ഈ ഒരു വീടിന്റെ വിശേഷങ്ങളായിരുന്നു നമ്മൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു വീടിനോട് ചേർന്ന് ഒരേ സമയം നിർമ്മിച്ച മറ്റൊരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം കളാതെ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീടിന്റെ വിശേഷങ്ങളും കണ്ടുവരാട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത ഈ ഒരു വീടിന്റെ വിശേഷങ്ങൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ. ശ്രീജിത്ത് ബിബിത ദമ്പതികളും അവരുടെ 2 മക്കൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4.5 സെന്റ് 3 ബെഡ്റൂം ഉൾപ്പെടെ 1620 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു വീടിന്റെ വിസ്തീർണം. 25 ലക്ഷം രൂപയാണ് ഈ ഒരു വീടിന്റെ ബഡ്ജറ്റ്. കൂടാതെ 2.5 ലക്ഷം രൂപയോളം ഇന്റീരിയറിനും ചെലവഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീടിന്റെ എക്സ്റ്റീരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് വേണമെങ്കിൽ പറയാം. ബാൽക്കണിയുടെ മുകളിൽ വരുന്ന ഭാഗത്ത് മാത്രം ചെറിയൊരു സ്ലോപ്പ് റൂഫ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഫ്ലാറ്റ് റൂഫാണ്. കൂടാതെ സെൻട്രലിലായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡോന് മുകളിലും താഴെയായിട്ട് ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ടുണ്ട്. അതിന് സൈഡിലായിട്ട് ഗ്ലൂ വർക്കും കൊടുത്തിട്ടുണ്ട്. നമുക്കെന്നാ വീടിന്റെ ഉള്ളിലെ വിശേഷങ്ങൾ കാണാം. സിറ്റ് ഔട്ടിലെ ബ്ലാക്ക് ഗ്രാനൈറ്റ് ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ ഡോർ തുറന്നു ചെല്ലുന്നത് ഈ ഒരു വീടിന്റെ ലിവിംഗ് ഏരിയയിലേക്കാണ്. ഒരു വുഡൻ കോർണർ സോഫയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. 6 പേർക്ക് സുഖമായി ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു കോർണർ സോഫയാണ് ഇത്. സെൻട്രലായിട്ട് ഒരു കോഫി ടേബിളും കൊടുത്തിട്ടുണ്ട്. വിൻഡോസിനെല്ലാം ബ്ലൈൻഡ്സ് കർട്ടനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോർണർ സോഫയുടെ പുറകിൽ കാണുന്നത് ഒരു ക്രോക്കറി യൂണിറ്റ് ആണ് കേട്ടോ. ഇതിന്റെ ഓപ്പണിംഗ് വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇതാണ് ഇവിടുത്തെ ടി വി യൂണിറ്റ്. സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു ടി വി യൂണിറ്റ്. ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ടെക്സ്ചർ പെയിന്റും അതിന് ചുറ്റും ഒരു വുഡൻ ബോർഡറും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീടിന്റെ ഇന്റീരിയർ നിങ്ങൾ കാണുമ്പോൾ പ്രത്യേകം മനസ്സിൽ വെക്കണം, 2.5 ലക്ഷം രൂപയ്ക്ക് മാത്രമാണ് ഇന്റീരിയറിന് ചെലവഴിച്ചിട്ടുള്ളത് കേട്ടോ. ഈ കാണുന്നതാണ് ലിവിംഗ് ഏരിയയിലെ സീലിംഗ് പാറ്റേൺ. ജിപ്സം ബോർഡ് വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ബ്ലൂ ആൻഡ് ഗ്രീൻ കളറിലുള്ള കോവ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ കയറി ചെല്ലുന്നത് ഇവിടുത്തെ സ്റ്റെയർ ഏരിയയിലേക്കാണ്. സ്റ്റെയിൻ സ്റ്റീലിന്റെ ഹാൻഡ് റെയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് ഇവിടുത്തെ കോമൺ വാഷ് ക്രമീകരിച്ചിരിക്കുന്നത്. റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാൻ കഴിയുന്ന വാഷ് കൗണ്ടറും വാഷ് ബേസിനും മിറർ യൂണിറ്റും അടങ്ങുന്ന ഒരു യൂണിറ്റാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ സ്റ്റെയർ കേസിന്റെ ഡബിൾ ഹൈറ്റ് ഏരിയ. സ്റ്റെയർ കേസിന്റെ ഫസ്റ്റ് ലാൻഡിങ് വരെ കവർ ചെയ്തിട്ട് അതിന് ഡോർ വെച്ചിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്ക് പോവാം. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. 6 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് യൂണിറ്റ്. ഇവിടെയും വിൻഡോസിനെല്ലാം ബ്ലൈൻഡ്സ് കർട്ടൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നേരത്തെ പറഞ്ഞ ക്രോക്കറി യൂണിറ്റ് കേട്ടോ. ഡൈനിങ്ങിൽ നിന്ന് നമ്മളിനി ഇവിടുത്തെ കിച്ചണിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഫെറോസിമെന്റിലാണ് തട്ടുകളെല്ലാം ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡോർസുകളെല്ലാം അലുമിനിയം പ്രൊഫൈൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെറ്റാലിക് ഫിനിഷിംഗ് ആയിട്ടുള്ള ബ്ലൂ ആൻഡ് ബ്ലാക്ക് തീമിലാണ് കബോർഡുകളെല്ലാം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. താഴെ ഒരു ഓപ്പൺ തട്ടൊക്കെ കൊടുത്ത് ഏറ്റവും എളുപ്പത്തിൽ സാധനങ്ങൾ എടുക്കാവുന്ന രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. മാക്സിമം സ്റ്റോറേജ് കിട്ടാൻ വേണ്ടിയിട്ട് ടോപ്പ് യൂണിറ്റ് എല്ലാം റൂഫ് ഹൈറ്റ് വരെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിലെ കാഴ്ചകൾക്ക് ശേഷം നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോവാം. വളരെ ചെറിയൊരു വർക്ക് ഏരിയ. പുകയില്ലാത്ത ആലുവ അടുപ്പ് മോഡലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചുവരിന് പകരം ഫുൾ ലെങ്ത്തിൽ ഗ്രില്ല് കൊടുത്തത് മൂലം ധാരാളം വെളിച്ചവും എയർ പാസേജും. അടുപ്പ് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയും ചൂടും വളരെ കുറയും എന്ന് സാരം. മുകളിലായി ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്.
ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ കയറി ചെല്ലുന്നത്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഒരു ഡബിൾ കോട്ടും അതിന് സൈഡിലായിട്ട് 3 ഡോറുള്ള ഒരു കബോർഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫെറോ സിമെന്റിൽ ചെയ്തെടുത്ത് അതിന് മുകളിൽ അലുമിനിയം പ്രൊഫൈൽ വെച്ചിട്ടാണ് ഡോറുകളെല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ ടോയ്ലറ്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഈ ഒരു ടോയ്ലറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് പാറ്റേൺസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. സെയിം പാറ്റേണിലുള്ള കട്ടിൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു 3 ഡോറുള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട്. ബ്ലൂ ആൻഡ് സിൽവർ തീമിലാണ് ഈ ഒരു കബോർഡ് ചെയ്തിട്ടുള്ളത്. ഇതും ഫെറോ സിമെന്റിൽ ചെയ്ത് ഡോർസ് മാത്രം അലുമിനിയം പ്രൊഫൈൽ വെച്ച് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ബെഡ്റൂം ടോയ്ലറ്റിന്റെ റൂഫ് 7 അടിയിലാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. മെയിൻ റൂഫിന്റെയും ഈ ഒരു 7 അടിയുടെയും ഇടയിലുള്ള ഒരു സ്പേസ് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂമിന്റെ ടോയ്ലറ്റ് കാണാം. ഐവറി ആൻഡ് ഗ്രേ തീമിലാണ് ഈ ഒരു ടോയ്ലറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈൻ പാറ്റേണിൽ തന്നെയാണ് ടൈലുകൾ ഒട്ടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ കാണാം. സ്റ്റെയർ കേസിന്റെ ത്രെഡിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ചവിട്ടുന്ന ഏരിയയിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, ബാക്കിയുള്ള ഏരിയയിൽ ടൈൽസും. സ്റ്റെയർ കേസ് കയറി ചെല്ലുന്നത് ഒരു ലിവിങ് ഏരിയയിലേക്കാണ്. താഴെ ലിവിങ് ഏരിയയിൽ കൊടുത്ത പോലെ തന്നെയുള്ള ഒരു കോർണർ സോഫ തന്നെയാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വിൻഡോകൾക്ക് ബ്ലൈൻഡ്സ് കർട്ടൻ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു സ്വിംഗ് ചെയർ അഥവാ നമ്മുടെ ആട്ടുകട്ടിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാൽക്കണിയിലെ കാഴ്ചകൾ കാണാം. ജിപ്സം ബോർഡിന്റെ ഒരു പാറ്റേൺ ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടുള്ള ഒരു ബാൽക്കണി. സ്റ്റെയിൻ സ്റ്റീൽ വിത്ത് ഗ്ലാസിന്റെ ഹാൻഡ് റെയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഇപ്പോൾ കയറി ചെല്ലുന്നത്. ഒരു വുഡ് ആൻഡ് ഡബിൾ കോട്ട് ബെഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് 3 ഡോറുള്ള ഒരു കബോർഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും വിൻഡോസിന് ബ്ലൈൻഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ ടോയ്ലറ്റിലേക്ക് നമുക്കിനി പോവാം. ഒരു ബ്രൗൺ തീമിലാണ് ഈ ഒരു ടോയ്ലറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ലൈറ്റ് ബ്രൗൺ വിത്ത് ഡാർക്ക് ബ്രൗൺ. നല്ലൊരു പാറ്റേൺ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞൊരു വീഡിയോ കണ്ടപ്പോൾ പലരും എന്നെ വിളിച്ച് ചോദിച്ചു, എങ്ങനെയാണ് ഇത്രയും സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് നിർമ്മിക്കാൻ കഴിഞ്ഞതെന്ന്. ഈ 2 വീടും ഒരേ സമയത്താണ് പണി നടന്നത്. അതുകൊണ്ട് തന്നെ 2 സൈറ്റിലേക്കുള്ള മെറ്റീരിയൽസ്, അത് മണലാവട്ടെ, സിമെന്റ് ആവട്ടെ, ബ്രിക്ക് ആവട്ടെ, എല്ലാം ഒരേ സമയത്താണ് ഇവർ പർച്ചേസ് ചെയ്തത്. ഒരുമിച്ച് വാങ്ങിയതുകൊണ്ട് തന്നെ എല്ലാ മെറ്റീരിയൽസിലും ഇവർക്ക് ചെറിയൊരു ലാഭം ഉണ്ടായി, ചെറിയൊരു മാർജിൻ കിട്ടി. കൂടാതെ 45 രൂപ വിലയുള്ള ഫ്ലോർ ടൈലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 30 രൂപ വിലയുള്ള ബാത്റൂം ടൈൽസ് ആണ് ഇവിടെ ടോയ്ലറ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കബോർഡുകൾക്ക് ഫെറോ സിമെന്റിലാണ് ചെയ്തിട്ടുള്ളത്. ജിപ്സം ബോർഡാണെങ്കിൽ വളരെ മിനിമം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ലാഭിക്കാൻ കഴിയുന്ന എല്ലാ ഏരിയയിലും ലാഭിച്ചു. കൂടാതെ വളരെ ശ്രദ്ധയോടെ ഓരോ കാര്യങ്ങളും ഇവർ നോക്കി വാങ്ങിയത് കൊണ്ടാണ്
ഇവർക്ക് ഈ ബഡ്ജറ്റിൽ വീടുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള ഹോം ടൂർ വീഡിയോകൾ ഇനിയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.